എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സീക്രട്ട് ഏജന്റിനെ പോലെ കാറിലൊക്കെ കയറിയിരിക്കുന്നത് പുള്ളി ചെയ്യുന്ന തരത്തിലുള്ളൊരു കണ്ടന്റാണ്. പുള്ളിക്ക് റീച്ച് ഉണ്ടാവും, നമുക്കുണ്ടാവും ഇല്ലയോ എന്ന് അറിയത്തില്ല. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് കയറാം. ഒരു ഇന്റർനാഷണൽ വിഷയത്തെക്കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ഇന്റർനാഷണൽ വിഷയത്തിനകത്ത് അതൊരു വലിയ തെറ്റായിട്ട് തോന്നി, അതുകൊണ്ടാണ് നമ്മളത് സംസാരിക്കുന്നത്. നമ്മൾ പൊതുവെ ഇന്റർനാഷണൽ സംസാരിക്കുകയല്ല, നമ്മൾ ഫുള്ളി ലോക്കലായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ 29 വയസ്സുള്ളൊരു പെൺകുട്ടി ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യായിരുന്നു. അതായത് GOL എയർലൈൻസ്, അതായത് ബ്രസീലിലെ ഡൊമസ്റ്റിക് എയർലൈൻസിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അടുത്ത് വന്ന് ഒരു കൊച്ചു ചെറുക്കനെ, അതായത് ഇവര് കാശ് മുടക്കി സൈഡ് സീറ്റ് പ്ലെയിനിലെ സൈഡ് സീറ്റ് എടുത്തിട്ടിരിക്കുകയാണ്. നമ്മൾ സൈഡ് സീറ്റ് എടുത്തിട്ടിരിക്കുകയാണ്, കാശ് മുടക്കി ടിക്കറ്റ്, ഇവർ സൈഡ് സീറ്റ് വേണമെന്ന് പറഞ്ഞ് സൈഡ് സീറ്റ് എടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറുക്കൻ വന്നിട്ട്, ഒരു കൊച്ചു വന്നിട്ട് പുള്ളി ആ കൊച്ചിന് സൈഡ് സീറ്റ് വേണമെന്നും പറഞ്ഞിട്ട് കരഞ്ഞ സമയത്ത് ഇവർ മാറിക്കൊടുത്തില്ല. ഇവർ വെച്ചിട്ട് നീ കര ഞാനെന്തിനു മാറണം, ഈ ഒരു സെറ്റപ്പിൽ ഇരുന്നു. ഈ സാധനമാണ് ഇപ്പം ചർച്ച ചെയ്തത്. ആൾക്കാർ രണ്ടായിട്ട് പിരിഞ്ഞിട്ടാണ് ആഗോള തരത്തിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഒരു തരത്തിലുള്ള ആളുകൾ ആ പെണ്ണെന്തിനും മറ്റേ പെണ്ണ സൈഡ് സീറ്റ് ആ കൊച്ചിന് വേണ്ടി മാറിക്കൊടുക്കണം, ആ കൊച്ചിനെ അവർ അനാവശ്യമായി കരയിച്ചില്ലേ എന്ന് ചോദിക്കുന്നവരും, അവർ കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്തത് അവരെന്തിനു മാറണം, അവർ പൈസ മുടക്കിയാണോ ടിക്കറ്റ് എടുത്തത്, അത് ആ സീറ്റ് അവർക്കുള്ളതാണ്, കൊച്ചു കണയുന്നു എന്നും പറഞ്ഞിട്ട് മാറാൻ പറ്റത്തില്ല എന്ന് രണ്ടാമത്തെ ഒരു വിഭാഗത്തിലെ ജനങ്ങളും സംസാരിക്കുന്നുണ്ട്. ഇത് ഇന്റർനാഷണൽ ലെവലിൽ ഈ ചർച്ച ഭയങ്കരമായിട്ട് ചൂട് പിടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം ആ സാധനം നിങ്ങൾക്ക് ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം, നിങ്ങളൊന്ന് കാണാം. A gente entende, mas a pessoa não tem nada, não ter trocado nada. Tô gravando a sua cara. Porque você não tem empatia com as pessoas. E isso é repugnante. No século XXI, a pessoa não tem empatia com uma criança. Porque se fosse um adulto, tudo bem, mas uma criança... ഇതാണ് സംഭവം. ഈ 29 വയസ്സുള്ള ഈ സ്ത്രീയുടെ പേര് ജെന്നിഫർ എന്നാണ്. ഫുൾ നെയിം എന്തരായിരുന്നു നോക്കട്ടെ, ജെന്നിഫർ കാസ്ട്രോ, ഇങ്ങനെയാണ് ഇവരുടെ പേര്. ഇവര് നമുക്ക് കണ്ടാൽ മനസ്സിലായി, ഇവരിങ്ങനെ പിന്നെ ഞാൻ എന്തിനു മാറണം, ആ ഒരു സെറ്റപ്പിൽ തന്നെയാണ് ഇവർ നോക്കുന്നത്. അത് അവിടെ ഉണ്ടായിരുന്ന ഒരു സഹ പാസഞ്ചറാണ് ഈ സാധനം റെക്കോർഡ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്തത്. അപ്പോൾ അയാളുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ, ഇവരെന്തൊരു പെണ്ണ്, ഇവർ ഒരു പിഞ്ച് കുഞ്ഞിന് പോലും സീറ്റ് കൊടുക്കാതെ ഇതാണ് ഇവരുടെ ആറ്റിറ്റ്യൂഡ്. ഇതിലാണ് അവർ ആ സാധനം ഷെയർ ചെയ്തത്. ഇതിപ്പോൾ ഭയങ്കര വൈറലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സീനാണ്. ഇതിനെ ചൊല്ലി അച്ചു വിപിൻ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. ഇതെൻ്റെ ഒരു ഫ്രണ്ടാട്ടോ എനിക്ക് ഷെയർ ചെയ്തത്. ഇത് ഞാനൊന്ന് വായിക്കാം. സ്വന്തം കയ്യിലിരുന്ന് കാശ് കൊടുത്ത് വിൻഡോ സീറ്റ് ബുക്ക് ചെയ്ത് ഒരു സ്ത്രീ അടുത്ത് വന്ന് ഒരു കുട്ടിക്ക് അതേ സീറ്റ് വേണമെന്ന് കരച്ചിലായ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കാണാനിടയായി. ആ സ്ത്രീ എഴുന്നേറ്റ് മാറിയില്ല എന്ന് മാത്രമല്ല, ആളുകൾ വളരെ മനസാക്ഷിയില്ലാത്ത സ്ത്രീ എന്നൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്തായാലും സംഭവം വൈറലാകുന്നത് സീറ്റ് കൊടുക്കാത്ത സ്ത്രീ വില്ലത്തിയും ആകുകയും ചെയ്തു. പിന്നാലെ അവർക്ക് വ്യാപകമായി സൈബർ അധിക്ഷേപം നേരിടേണ്ടതായി വന്നു. ഇത് കാണുമ്പോൾ ആൾക്കാർ രണ്ട് തരത്തിൽ തിരിയും. ഒന്നാ പയ്യെ കൊച്ചിന് സീറ്റ് കൊടുത്തില്ല, ഇവരെന്തൊരു ദുഷ്ടത്തിയായ പെണ്ണുമ്പിള്ള അവർ എന്ന് പറയുന്ന ആൾക്കാരും, ഞാൻ കാശ് കൊടുത്ത സീറ്റ് ഞാൻ എന്തിനു മാറണമെന്ന് പറയുന്ന രണ്ട് തരത്തിലെ ആൾക്കാർ തിരിഞ്ഞുള്ള ചർച്ചയിലാണ് ഇങ്ങനെ വന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, നമ്മളുടെ കാശ് മുടക്കി കാശ് കൊടുത്ത് മേടിച്ച ഒരു സീറ്റ് മറ്റുള്ളവരുടെ താല്പര്യത്തിന് വേണ്ടി വിട്ടുകൊടുക്കേണ്ട ആവശ്യം നമുക്കുണ്ടോ? ഇത് നമ്മൾ നോക്കുമ്പോൾ ആ സ്ത്രീ അവർക്കിരിക്കാൻ വേണ്ടി അവർ പൈസ മുടക്കി എടുത്ത സീറ്റ് മറ്റൊരാൾക്ക് വേണ്ടി മാറിക്കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ ഹെയ്റ്റ് വരുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് അവരുടെ ഒരു മനസ്സിൻ്റെ വലിപ്പം പോലെ അവർ മാറണോ വേണ്ടയോ എന്ന് അവർക്ക് തീരുമാനിക്കാം. അവർക്ക് മാറണമെന്ന് അവർ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർ മാറും, അവർക്ക് മാറണ്ടെന്ന് അവർ ചിന്തിച്ചു കഴിഞ്ഞാൽ മാറത്തില്ല. അതിന് നമുക്ക് ബലപൂർവ്വമായിട്ട് നീ മാറി തന്നേലേ പറ്റൂ എന്ന് പറയാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കിതിനകത്ത് അവരുടെ സൈഡിലാണ് ശരിയെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. കാരണം എനിക്ക് വിൻഡോ സീറ്റ് വേണം, അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആഗ്രഹിച്ച് കൊതിച്ചൊരു ബിരിയാണി മേടിച്ചു. ഈ ബിരിയാണി അപ്പുറത്തിരുന്നവൻ എനിക്ക് ആ ബിരിയാണി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബിരിയാണി കൊടുക്കുമോ? അതായത് ഞാൻ സമ്പന്നനാണ്, ഞാൻ പ്ലെയിനിൽ പോകാനായിട്ട് കാശ് മുടക്കി ടിക്കറ്റ് എടുത്തു, അല്ലെങ്കിൽ ഞാൻ ദരിദ്രനാണ്, ഞാൻ എന്തായാലും പ്ലെയിനിൽ ടിക്കറ്റ് എടുത്ത്, അവനും അതേ ടിക്കറ്റ് എടുത്തു, പക്ഷേ അവൻ എൻ്റെ സീറ്റ് വേണം. അതെങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ബാക്കി
ഇനി എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. ഒരിക്കൽ ഞാൻ ഇതുപോലെ ബസ്സിലിരുന്ന് യാത്ര ചെയ്യവേ ഒരു അമ്മയും കുഞ്ഞും കയറി. അത് കയറിയപ്പോൾ മുതൽ സൈഡ് സീറ്റിലിരിക്കാൻ വാശി പിടിച്ച് കരഞ്ഞു തുടങ്ങി. അവർ എൻ്റെ അടുത്ത് വന്നിരുന്ന ശേഷം എന്നോട് അവർ സൈഡ് സീറ്റ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ എണീറ്റ് മാറാനൊന്നും പോയില്ല. അവർക്ക് സീറ്റ് കിട്ടിയല്ലോ ഇരിക്കാൻ, പിന്നെ ഞാൻ എന്തിനു മാറണം? നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് നമ്മൾ ഇരിക്കേണ്ടത്. വല്ല പിള്ളേരും കിടന്ന് വാശി കാണിച്ചാൽ നമ്മൾ എണീറ്റ് മാറേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ ആ കൊച്ച് ഡ്രൈവറുടെ സീറ്റ് ഇരിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ ആ സ്ത്രീ കൊണ്ടുപോയി അവനെ അവിടെ ഇരുത്തുമോ? വളരെ വാലിഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ പിള്ളേർ പല കാര്യത്തിനും വാശി പിടിക്കുമ്പോൾ പിള്ളേരുടെ വാശിക്കൊത്ത് തുള്ളുക എന്നുള്ളത് നല്ല സാധനം. അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇവരെ ചോദിച്ച പോലെ തന്നെ ഈ ചോദ്യം, ഈ കൊച്ച് ഞാൻ പൈലറ്റിൻ്റെ സ്ഥാനത്തിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മ അതുകൊണ്ട് ഇരുത്തുമായിരുന്നോ? അപ്പോൾ നമ്മൾ അയാളോട് ഈ എൻ്റെ മോന് സൈഡ് സീറ്റ് വേണം, ഞാൻ അവിടെ സൈഡ് സീറ്റിന് അർഹനായ പൈസ മുടക്കി എടുത്ത ആളോട് ചോദിക്കുന്നു, ഈ സൈഡ് സീറ്റ് എൻ്റെ മോന് ഇരിക്കാൻ വേണ്ടി തരുമോ എന്ന് ചോദിക്കുന്നു. അവയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതിന് പകരം ഇപ്പോൾ അവർ സെൽഫിഷ് ആയെന്ന് പറയുന്നു. അവർ ആ സൈഡ് സീറ്റ് ഈ കൊച്ചിന് വേണ്ടി കൊടുത്തില്ല, അവർ സെൽഫിഷ്. അപ്പോൾ ഇവർ സെൽഫിഷ് അല്ലേ? അവർ കാശ് കൊടുത്തെടുത്ത സീറ്റ് എൻ്റെ കൊച്ചിന് കൊടുത്തില്ല, അതുകൊണ്ട് നീ ദുഷ്ടത്യായ സ്ത്രീ എന്ന് പറഞ്ഞ് ഞാൻ പുറത്ത് ഇത് സർക്കുലേറ്റ് ചെയ്യും. ഇതാണ് സാധനം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആ സീറ്റ് നേരത്തെ ബുക്ക് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കണമായിരുന്നു. ആ ഓപ്ഷൻ അനുസരിച്ച് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉള്ള സാധനത്തിൽ അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം മറ്റൊരാൾക്ക് അർഹതപ്പെട്ട സാധനം, അയാൾ വാങ്ങിച്ചൊരു സാധനം, അത് കൈക്കലാക്കാൻ ശ്രമിക്കുന്ന ഒരു സാധനമായിട്ടാണ് എനിക്കിതിനെ ഫീൽ ചെയ്തത്. ഞാനും ഈ കമൻ്റ് ഇട്ട അച്ചു ബിബിൻ്റെ അതേ ചിന്താഗതിയുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ എടുത്ത് വെച്ചത്. എന്നാൽ ആ സ്ത്രീ എന്നെ പ്രാകുകയും എൻ്റെ കുഞ്ഞിനെ വെറുതെ കരയിച്ചു എന്ന് പറഞ്ഞ് ചീത്ത വിളിക്കുകയും ചെയ്തു. ഞാൻ മൈൻഡ് ചെയ്യാനേ പോയില്ല. കാക്ക പ്രാഗിയാൽ പശു ചാകില്ലല്ലോ. എന്തായാലും ഞാൻ കരഞ്ഞുകൊണ്ട് പോകുന്ന ആ കൊച്ചിനെ നോക്കി വെറുതെ കൊഞ്ഞനം കുത്തുകയും ചെയ്തു. എന്തൊരു മനസ്സുഖം! അതിനോട് എനിക്ക് യോജിപ്പില്ല, പക്ഷെ എന്നാലും അതൊരു പ്രത്യേക തരത്തിലുള്ള മനസ്സുഖം തന്നെയാണ്. അവരുടെ കൊച്ചിൻ്റെ കരച്ചിൽ അതിൻ്റെ അമ്മ നിർത്തണം, അല്ലാതെ ഞാൻ അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിലും എനിക്ക് ഇമാതിരി വാശി കാണിക്കുന്ന പിള്ളേരെ കാണുന്നത് തന്നെ കലിയാണ്. ഇതിനകത്ത് നോക്കുമ്പോഴത്തേനും ഞാനൊക്കെ വളർന്നതെന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ കഷ്ടപ്പാടും ദുരിതവും ബുദ്ധിമുട്ടുകളും എല്ലാം അറിയിച്ചാണ് എന്നെ എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ അപ്പനും അമ്മേനെ വളർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കത് മനസ്സിലാവും. മറ്റൊരാൾക്കുണ്ടാകുന്ന വിഷമത്തെയൊക്കെ മനസ്സിലാക്കാനുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. പക്ഷേ ചില ആളുകളുണ്ട്, എൻ്റെ മോൻ സ്വർണ്ണക്കരണ്ടിയായിട്ടാണ് ജനിച്ചത്, അവനെല്ലാം കിട്ടണം, അവനെല്ലാം സകലമായ സാധനവും കിട്ടണം എന്ന് ചിന്തിക്കുമ്പോഴത്തേനും ആ സാധനം കിട്ടാനുള്ള വഴികൾ നിങ്ങൾ നോക്കുക. അല്ലാതെ എനിക്കത് കിട്ടണം, ഞാൻ വലിയ തമ്പുരാനാ, അവൻ എൻ്റെ സീറ്റിൽ നിന്ന് എണീറ്റ് തന്നില്ല, അതുകൊണ്ട് അവൻ മറ്റവനാണ് എന്നൊരാശയമാണ് ഇതിനകത്ത് ഇവർ കാഴ്ചവെക്കുന്നത്. ഇത് കാണുന്ന മെജോറിറ്റി ആളുകളും അയ്യോ ഒരു കുഞ്ഞിന് വേണ്ടി എഴുന്നേറ്റ് തന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇതുപോലെ പറയുന്ന എത്ര പേര് മാറും? ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്ന നിങ്ങളുടെ ഒരാൾ, നിങ്ങൾക്ക് ഇതേപോലെ വിൻഡോ സീറ്റ് കിട്ടി, നിങ്ങൾ ആ വിൻഡോ സീറ്റ് ഇരിക്കുമ്പോൾ ഒരു കൊച്ചു വന്നിരുന്നെങ്കിൽ അതിനൊക്കെ വിൻഡോ സീറ്റ് വേണം, അമ്മ അയാളോട് മാറാൻ പറയും, എനിക്ക് വിൻഡോ സീറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എഴുന്നേറ്റ് മാറുമോ? എഴുന്നേറ്റ് മാറിയെങ്കിൽ നിങ്ങൾ നല്ല മനസ്സിനുടമയാണ്, ഞാൻ സമ്മതിക്കുന്നത്. എഴുന്നേറ്റ് മാറിയില്ലെങ്കിൽ എൻ്റെ റൈറ്റ്സ് ആണത്, ഞാൻ കാശ് കൊടുത്ത് മേടിച്ച സീറ്റാണത്, അതിന് ഞാൻ എന്തിനു മാറണം? ഇതാണ് എൻ്റെ ഒരു ചിന്താഗതി കേട്ടോ. ഇതിന് എതിരഭിപ്രായമുള്ളവരുണ്ടാവും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ഇടാം കേട്ടോ. എന്ത് ക്രൂരയാണല്ലേ ഞാൻ. ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടാകാറുണ്ട്. കുട്ടി കരഞ്ഞു എന്ന കാരണത്താൽ മറ്റൊരാൾ സ്വന്തം സീറ്റ് ഒഴിഞ്ഞു കൊടുക്കണം എന്ന ചിന്ത തന്നെ തെറ്റാണ്. വളരെ കറക്റ്റാണ്. ഒരു കൊച്ചു കിടന്ന് കരഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സീറ്റ് കളഞ്ഞിട്ട് പോകേണ്ട കാര്യമില്ല. അങ്ങനെ ഒരാൾ നിങ്ങൾക്കായിട്ട് സീറ്റ് വിട്ട് തന്നാൽ, ഇപ്പോൾ ആ ഫ്ലൈറ്റിലെ സീറ്റ് ആ സ്ത്രീ വിട്ടു കൊടുത്തിരുന്നെങ്കിൽ, അല്ലെ ബസ്സിലെ സീറ്റ് ഈ അച്ചു ബിബിൻ വിട്ടു കൊടുത്തിരുന്നെങ്കിൽ അത് അവരുടെ മനസ്സിൻ്റെ വലിപ്പം. അതവർ അങ്ങനെ വിട്ടു തന്നില്ലെങ്കിൽ അത് അവരുടെ റൈറ്റ്സ് ആണ്. അവരെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. അവർ കാശ് മുടക്കിയെടുത്ത സീറ്റിൻ്റെ അധികാരം അവർക്കാണ്. നിങ്ങളൊരു കാറ് മേടിച്ച്, നിങ്ങൾ ആശിച്ചൊരു കാർ മേടിച്ചു, ഒരു ചെറുക്കൻ വന്നിട്ട് എനിക്ക് ആ കാർ വേണം, ആ കാർ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ പോയി ഇടിച്ച് പൊട്ടിക്കണം, അതേ കാർ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കാർ കൊടുക്കുമോ? അതേപോലെ സാധനം തന്നെയാണ് ഇത്. എല്ലാ സാധനത്തിനും നമ്മളൊരു പ്രൈസ് കൊടുത്ത് വാങ്ങുന്നതാണ്. ബാക്കി കുട്ടിയുടെ കരച്ചിൽ നിർത്തേണ്ട ഉത്തരവാദിത്തം അതിൻ്റെ മാതാപിതാക്കളാണ്, ചുറ്റുമിരിക്കുന്ന അപരിചിതർക്കല്ല. സ്വന്തം ഇഷ്ടപ്രകാരം ഇരുന്ന ഒരാളെ കുറ്റക്കാരനാക്കി മാറ്റുന്നത് നീതിയല്ല. മറ്റുള്ളവരുടെ സൗകര്യം തകർക്കാൻ തന്നെ മാതാപിതാക്കൾക്ക് കുട്ടികളെ കൈകാര്യം ചെയ്യാൻ കൈകാര്യം ചെയ്യാൻ കഴിയണം. ഇവിടെ പലരും സമൂഹത്തിൽ ചെയ്യുന്ന വലിയ തെറ്റ് അവകാശവും മനുഷ്യത്വവും തമ്മിൽ കുഴിച്ചു വെക്കുന്നു എന്നതാണ്. ഒരാൾ തൻ്റെ അവകാശം ഉപയോഗിക്കുന്നത് ക്രൂരതയല്ല, എന്നാൽ ആ അവകാശം ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തതിനാൽ ഒരാളെ അപമാനിക്കുകയും
ശിക്ഷിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ക്രൂരതയാണ്. സോഷ്യൽ മീഡിയയിലെ വിധികൾ പലപ്പോഴും യാഥാർത്ഥ്യ ബോധമില്ലാത്ത വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാകുന്നത്. ശരിക്കും ന്യായം ആരുടെ ഭാഗത്താണ്? സ്വന്തം കാശ് കൊടുത്ത് വാങ്ങിയ സൗകര്യം സംരക്ഷിച്ച ആളുടെ ഭാഗത്താണ് ന്യായം. മറ്റുള്ളവരുടെ ജീവിത സാഹചര്യങ്ങൾ അവരുടെ മേൽ ചുമത്താൻ ആർക്കും അവകാശമില്ല. കരുണ ഒരു തിരഞ്ഞെടുപ്പാകണം, നിർബന്ധമാകരുത്. അതാണ് ഒരു ആരോഗ്യകരമായ സമൂഹത്തിൻ്റെ അടിസ്ഥാനവും. അച്ചൂപിടി. ഇതാണ് ആ കമൻറ്റ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു പോസ്റ്റ് ഭയങ്കരമായിട്ട് എനിക്ക് സ്ട്രൈക്കിംഗ് ആയി. കാരണം ഞാൻ ഇതേ ചിന്താഗതിയുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ പറയുന്നത്, നിങ്ങളെല്ലാവരും ഇപ്പോൾ പറയുന്ന ഇതിനെ സപ്പോർട്ട് ചെയ്ത്, അതായത് ഈ കൊച്ചിന് വേണ്ടി സീറ്റ് കൊടുത്തില്ല എന്ന് പറയുന്ന ആൾക്കാരുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത്, നിങ്ങളാണ് ചെയ്യൂ. നിങ്ങളിപ്പം മറ്റേ സ്ത്രീ ഒരു ഇൻഫ്ലുവൻസർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ നോക്കിയപ്പോൾ ടിക്ടോക്കിലൊക്കെ കുറേ വീഡിയോസൊക്കെ ഇവർ നിരന്തരമായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇടുന്നത് കണ്ടപ്പോൾ അവരൊരു ഇൻഫ്ലുവൻസർ ആണെന്ന് തന്നെ തോന്നും. അങ്ങനെ ഒരാൾ, അല്ലെങ്കിൽ എനിക്ക് സൈഡ് സീറ്റ് വേണമെന്ന് പറഞ്ഞ് ഞാൻ കാശ് മുടക്കി സൈഡ് സീറ്റ് എടുത്തിട്ട്, സൈഡ് സീറ്റ് നിനക്ക് തരത്തില്ല, സൈഡ് സീറ്റ് അവന് പറഞ്ഞ നിസ്സാരം. ഞാൻ പറയാം, തിയേറ്ററിൽ നിങ്ങൾ ബുക്ക് മൈ ഷോയിൽ കറക്റ്റായിട്ട് ഗസ് ചെയ്ത് ഇന്ന സീറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സീറ്റ് എടുക്കുന്നു, നിങ്ങളൊരു സീറ്റ് ബുക്ക് ചെയ്യുന്നു. വേറൊരുത്തം വന്നിട്ട് ഈ സീറ്റ് ഇരുന്നാലേ കറക്റ്റായിട്ട് കാണാൻ പറ്റും, എനിക്ക് ഈ സീറ്റ് തരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വിട്ടുകൊടുക്കുന്നവരുണ്ടാകും കേട്ടോ, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ അച്ചു പറഞ്ഞ പോലെ തന്നെ വിട്ടുകൊടുക്കുക എന്നുള്ളത് അയാളുടെ മനസ്സിൻ്റെ വലുപ്പമാണ്. അല്ലാതെ നിർബന്ധപ്രയമായിട്ടും അയാൾക്ക് വിട്ടുകൊടുക്കണമെന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഈ ബസ്സിൽ ഒരു സ്ത്രീ വരുമ്പോൾ എഴുന്നേറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഗർഭിണിയായിട്ടൊരു സ്ത്രീ വരുമ്പോൾ എഴുന്നേറ്റ് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു മര്യാദയാണ്. പക്ഷേ ഒരുത്തൻ കാശ് മുടക്കി ടിക്കറ്റ് എടുത്ത് അവിടെ ഇരുന്നിട്ട് അവൻ എണീറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് കുറ്റം പറയുന്നതിനകത്ത് ന്യായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്തി. മറ്റൊരു ബൈ.